ഹായ് ഗായ്സ്, ദിസ് ഇസ് ജിൻ ജാങ്കോ. സോ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തോട്ട് പോവായിരുന്നു. അപ്പം പോകുന്ന വഴിക്ക് ഇവിടുത്തെ ഒരു പാർക്ക് ഉണ്ട്. ഇവിടെ എപ്പോഴും പരിപാടികൾ നടക്കുന്ന പാർക്കാണ്. അപ്പോൾ അവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അവിടെ പോയി നോക്കി അവിടെ എന്താ സംഭവം നോക്കുന്ന പരിപാടികളാക്കിയേക്കാം. നമുക്ക് അകത്തോട്ട് പോവാം. കമോൺ. സോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇവിടെ യാദൃശ്ചികമായിട്ട് ഒന്നുപെട്ട പരിപാടിയാണിത്. എന്താ എനിക്ക് തോന്നുന്നത്, നമ്മുടെ മിഡ് സമ്മറിൻ്റെ പരിപാടി ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള രീതിയിലുള്ള പരിപാടികളാണ് തോന്നുന്നത്. ഇവിടെ കണ്ടോ, വളയും മാലയും മുത്തും സംഭവം അങ്ങനത്തെ കുറേ വിൽക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ തുണികൾ വിൽക്കുന്ന ടവൽസ്, പിന്നെ എനിക്ക് തോന്നുന്നത് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളൊക്കെ വിൽക്കുന്ന സംഭവങ്ങളുണ്ട്. പിന്നെ ഇതാ കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ വിൽക്കുന്ന കട. പിന്നെ ഇതെന്താ ഇവരുടെ കാൻഡിൽസ്. ഇവർക്ക് കാൻഡിൽസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്, ഇങ്ങനത്തെ പ്രോഗ്രാംസിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട് കാൻഡിൽസ് വെക്കുന്നത്. പിന്നെ വീണ്ടും തുണികൾ വിൽക്കുന്ന സംഭവം തന്നെ, ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സസ് ആണെന്നൊക്കെ. പിന്നെ അത് കണ്ട ഗ്രോക്കറീസ് ഒക്കെ വെക്കുന്നത്, ട്രഡീഷണൽ ക്രോക്കറീസ് തോന്നുന്നുണ്ട്. വരെ 20 യൂറോ അത്യാവശ്യം റേറ്റ് ഉണ്ട് സംഭവങ്ങൾക്കെല്ലാം. ഇവരുടെ ഇതെല്ലാം കാണിച്ചു തരാം. എനിക്ക് എന്താ സംഭവം ഒന്നും അറിയില്ല, ഇവിടെ എന്താ പരിപാടി നടക്കുന്നത് എനിക്ക് വലിയ പിടിയില്ല. പക്ഷെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രോഗ്രാംസ് ഉണ്ടാവാറുണ്ട്. ഇങ്ങനത്തെ ഈ ഒരു പാർക്കിലേക്ക് ഇടയ്ക്ക് ഇപ്പോൾ സമ്മർ ആയതിനു ശേഷം കുറച്ച് പ്രോഗ്രാംസ് ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇവരുടെ ഓരോ പിൻ ബാജും അതുപോലെ തന്നെ ഇവരുടെ ഓരോ ഓർണമെന്റ് സെറ്റപ്പാന്ന് തോന്നുന്നുണ്ട്. ഒരു ഫാൻസി, നമ്മുടെ നാട്ടിലെ ഫാൻസി സംഭവം ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സാധനമാണെന്ന് തോന്നുന്നുണ്ട്. ഡ്രസ്സസ് ഉണ്ട്. പിന്നെ ഇത് തന്നെ ഡ്രസ്സിന്റെ ഷോപ്പും അതിന്റെ ഷോപ്പുകളൊക്കെ തന്നെയാണ് കൂടുതലും നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ അത് ഐസ്ക്രീം സ്റ്റോറൊക്കെ ഉണ്ട്. ഇവിടെ കുറെ പിള്ളേരൊക്കെ നിൽപ്പുണ്ട്. ഐസ്ക്രീം സ്റ്റോർ. പിന്നെ അതവിടെ ഒരു ഹാറ്റിന്റെ സ്റ്റോർ, ഒരു അമ്മൂമ്മ നിൽപ്പുണ്ട്. പിന്നെ പോകുന്നത് ബെൽറ്റിന്റെ സ്റ്റോറുണ്ട്. ബെൽറ്റ്, ബാഗ് അങ്ങനെയുള്ള സ്റ്റോറുകളൊക്കെയാണ്. ജസ്റ്റ് ഒരു ഗ്ലിംസ് പോലെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് യാദൃശ്ചികമായി വന്ന് പെട്ടതാ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഉണ്ടോ എന്തോ ഓരോ ഐറ്റംസ് ഒക്കെ. പിന്നെ ഓക്കെ, ഇവിടെ ആൾക്കാർ മേടിക്കുന്നുണ്ട് കേട്ടോ സംഭവങ്ങളൊക്കെ, സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. ഇതിനൊക്കെയാണ് സംഭവങ്ങള്. എന്നതാ പുറത്തും സ്റ്റോറുകളുണ്ട്. എനിക്ക് തോന്നുന്നു പിന്നെ ഇവിടുത്തെ ആംബർ സ്റ്റോൺ ഇവിടുത്തെ മെയിൻ സംഭവമാണ്. അതായത് ബാൾട്ടിക്സിലെ മെയിൻ സംഭവമാണ് ആംബർ സ്റ്റോൺ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സ്റ്റോറാണിത് ഉള്ളത്. പിന്നെ ഇവിടെ കൂടുതലും ഡ്രസ് സ്റ്റോറുകളൊക്കെ ഉണ്ട്. അപ്പുറത്ത് ഫുഡിൻ്റെ ഇതിൻ്റെ ഏരിയ ഉണ്ട്, ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് കാണിച്ചു തരാം. കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഉള്ള ഇവിടുത്തെ ഒരു ട്രഡീഷണൽ സംഭവം വരുന്നത്. അങ്ങോട്ടേക്കൊക്കെ പിള്ളേർ, എനിക്ക് തോന്നുന്നത് ഇത് മിഡ് സമ്മറിൻ്റെ ലീഗോ പാർട്ടി ഉണ്ടായിരുന്നല്ലോ അന്ന് നമ്മൾ പോയ, അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന സംഭവം. ഇവർക്ക് ഭയങ്കര സംഭവമാണ് ഈ ലീഗോ പാർട്ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ യാനി എന്ന് പറയും ഇവിടെ നമ്മുടെ മിഡ് സമ്മറിൻ്റെ, അത് ഇവർക്ക് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിസ്മസിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ പറയുന്നേക്കാം. അപ്പോൾ അതിനെ ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത്. കുറച്ച് അങ്ങോട്ടൊക്കെ പോയിട്ടൊന്ന് മൊത്തം എക്സ്പ്ലോർ ചെയ്ത് നോക്കാം എന്താ പരിപാടി എന്ന്. പിന്നെ കണ്ടോ, അവിടെ പിള്ളേരുടെ ബുക്ക് സ്റ്റോറാണ് സംഭവം കാണുന്നത് ഇതൊക്കെ. പിന്നെ ഒരു അമ്മൂമ്മ മറ്റേ മിഡ് സമ്മറിൻ്റെ ആ ടൈപ്പ് തൊപ്പിയൊക്കെ ഇട്ട് വന്ന് എന്തോ മേടിക്കുന്നുണ്ട്. ബുക്സൊക്കെ ആണ്. ഇതിൻ്റെയൊക്കെ ബുക്സ് എനിക്ക് പിള്ളേരുടെ ബുക്സ് ആണ്. അവിടെയും ബുക്ക് സ്റ്റോളുകളൊക്കെ തന്നെയാണ് കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത്. മ്യൂസിക്ക ബാൾട്ടിക്സ് കണ്ടോ, മ്യൂസിക്കൽ ബുക്സോ, സ്കൂൾ പിള്ളേരുടെ എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നത്. പിള്ളേരുടെ ഒരു അപ്പുറത്തെ സ്റ്റേജിൽ ഞാൻ ജസ്റ്റ് പിള്ളേരെന്തോ പാട്ട് പാടുന്ന പോലുള്ള സംഭവമൊക്കെ കണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നമുക്ക് പിള്ളേരുടെ പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ പിള്ളേരുണ്ട്. പിന്നെ ഈ ഞാൻ കുറച്ച് അപ്പുറത്ത് കാണിച്ചിട്ട്, അങ്ങനെ നമ്മുടെ നാട്ടിലെ മറ്റേ ഈ ഗ്രാമഫോണിൽ ദിലീപ് മറ്റേ വേഷം ഇട്ട് നിൽക്കുന്നുണ്ടല്ലോ, അതുപോലെ ഒരു വേഷമൊക്കെ ഇട്ടിട്ട് കുറച്ച്, അതായത് ഒരു ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് ഒരു അഡ്വർടൈസ്മെന്റ് പോലെ ഇട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. അതിനെ പറ്റിയെന്ന് തോന്നുന്നു. ഞാൻ അപ്പുറത്ത് പോകുമ്പോൾ ഒന്ന് കാണിച്ചിട്ടാ. അപ്പം ഇവിടെ കലി അങ്ങോട്ട് പോകാൻ നമുക്ക് കണ്ടോ. ഇവിടെയും അതൊക്കെ തന്നെ സ്റ്റോണുകളും സംഭവങ്ങളൊക്കെ വിൽക്കുന്ന സ്റ്റോറുകളൊക്കെ തന്നെ. പിന്നെ ചെറിയ ചെറിയ ബൊമ്മ കുട്ടികളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇത് കമ്മലാന്ന് തോന്നുന്നുണ്ട്, രസമുണ്ട് സംഭവം കാണാൻ. ഒരു
വെറൈറ്റി ഐറ്റംസ്. പെൺപിള്ളേരൊക്കെ നാട്ടിലെ പെൺപിള്ളേരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഇത് വിട്ടു മാറൂല. അത്രയും കിടിലൻ സംഭവങ്ങളുണ്ട്. റേറ്റ് എത്രയാന്ന് ഒന്നും അറിയില്ല. അമ്മൂമ്മ പെട്ടെന്ന് കുടിക്കാൻ അമ്മൂമ്മ അറിയും. ഇതെന്താ എനിക്ക് തോന്നുന്നു റേഡിയോ സ്റ്റേഷൻ്റെ ഒരു ക്യാബിൻ പോലൊക്കെ കണ്ടോ, മൈക്കൊക്കെ അകത്ത് അവരകത്ത് ഇരിപ്പുണ്ട്. എന്തോ ഒരു സംഭവമാണ്. ലാറ്റിയൻ റേഡിയോ സ്റ്റേഷൻ്റെ ഒരു ഇതുപോലെയാണ് ഇവിടെ കിടക്കുന്നത്. ഇത് കണ്ടോ, പാത്രങ്ങൾ ഇവിടുത്തെ ടൈപ്പ് എന്തൊക്കെ പാത്രങ്ങളൊക്കെയാണ് മുകളിലൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ അതൊക്കെ ഒരു സുവനീർ പോലെ ഇതാക്കുന്ന മറ്റേ മാഗ്നറ്റ് ആണെന്ന് തോന്നുന്നുണ്ട് ഇത് വെച്ചേക്കുന്നത്. അവരുടെ ഒരു ഫെസ്റ്റിവലാണ് സംഭവം. പാത്രമൊക്കെ എന്തോ ഇവരുടെ ട്രഡീഷണൽ പാത്രങ്ങളാന്ന് തോന്നുന്നുണ്ടത്. അങ്ങനെ എന്തൊക്കെയാണ് സംഭവങ്ങൾ. പിന്നെ ബാങ്കിൾസ് പോലെ റിങ്സ് പോലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. 5 യൂറോ, 8 യൂറോ, 6 യൂറോ അങ്ങനെയൊക്കെയാണ് റേറ്റ് കാണുന്നത്. പിന്നെ ഇവിടെ ഇപ്പുറത്ത് എന്തോ ഒരു ഇൻസ്റ്റാൾമെന്റ് പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇത് കണ്ടോ, ഇവിടുത്തെ എന്തോ ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഇൻസ്റ്റാൾമെന്റ് ആണ്. എന്താണ് സംഭവം എന്നൊരു പിടിയില്ല ഈ ഐറ്റം. ഇങ്ങനെ കുറെ പിള്ളേരെല്ലാരും ഒന്ന് നോക്കി നിൽക്കുന്നുണ്ട്. ഓരോന്ന് കഴിച്ചു നോക്കി നിൽക്കുന്നുണ്ട്, ചുമ്മാ നോക്കി നിൽക്കുന്നവരുണ്ട്. അങ്ങനെ പലതും. എന്താ സംഭവം എന്നറിയില്ല. ഇതെന്തോ സ്പോഞ്ച് പോലത്തെ ആയിട്ടാണ്. ഇവരെന്തോ ഒരു ഉണ്ടോ, ആൾക്കാർ അങ്ങോട്ടൊക്കെ നീക്കാനൊക്കെ പറ്റും. അങ്ങനെ ഒരു ഐറ്റമാണിത്. ഇതിനെക്കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനത്തെ ഒരു സ്ട്രേഞ്ച് സംഭവങ്ങൾ ഉണ്ടാവും ഇവരുടെ കൾച്ചറൊക്കെ. കാരണം നമ്മളെ കൾച്ചർ വേറെയാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം സ്ട്രേഞ്ച് ആയി തോന്നും. നമ്മുടെ കൾച്ചേഴ്സ് ഇവർക്ക് സ്ട്രേഞ്ച് ആയി തോന്നും. അത് സ്വാഭാവികമാണ്, നോർമലാണ്, കുഴപ്പമില്ല. സംഭവം കൊള്ളാം. ഇവരുടെ പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു കണ്ടുപരിചയമില്ലാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇവരുടെ ഒരുപാട് ഫെസ്റ്റിവൽ സംഭവങ്ങളും അങ്ങനെ അതിൽപ്പെട്ട ഒന്നാണെന്ന് തോന്നുന്നുണ്ട്. ലീഗോ പാർട്ടിയോ ബന്ധപ്പെട്ടുള്ള എന്തോ പരിപാടിയാണ്. പിന്നെ ഇവിടെ ടീഷർട്സ് ഒക്കെ എന്താ വിൽക്കുന്ന ഒരു സ്റ്റോർ. കൊള്ളാം ടീഷർട്ടൊക്കെ കണ്ടിട്ടല്ലേ. നല്ല നല്ല പ്രിന്റുകളുടെ ടീഷർട്ടൊക്കെ വിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു അഡ്വർടൈസ്മെന്റ് സംഭവം ഇതാണ്. ഈ ഐറ്റംസ് ആണ്. ഇവിടെ ഇക്ക യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിന്റെ അഡ്വർടൈസ്മെന്റ് ആണ്. നമ്മളെ ഗ്രാമഫോണിലെ ദിലീപ് പോകുന്നു, കറങ്ങി കൈ കൊടുത്ത് കെട്ടിപ്പിടിക്കുന്ന പിള്ളേരെ പോയിട്ട് അങ്ങനെ ഓരോ പരിപാടികൾ. വേറെ എല്ലാവരും ഒന്ന് ഫോട്ടോ എടുക്കുന്നത് അങ്ങനെയൊക്കെ. അങ്ങനെ ഇവിടെ എന്തോ ഒരു ഓപ്പൺ സ്റ്റേജ് പോലത്തെ പരിപാടി നടക്കായിരുന്നു. പക്ഷെ ഞാൻ വന്നപ്പോഴത്തേക്ക് തീർന്നു പോയി. അങ്ങനെ ഒക്കെയാണ്. അപ്പുറത്ത് ഒരു വലിയ സ്റ്റേജ് ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം എന്താണ് അവിടുത്തെ പരിപാടി. മറ്റേ നമ്മുടെ ലീഗോ പാർട്ടിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അതിന്റെ എന്തോ പരിപാടി തന്നെ കണ്ടോ. വേറെ അതുമായിട്ട് ബന്ധപ്പെട്ട തൊപ്പിയൊക്കെ ഇട്ട് നിന്ന് പാട്ട് പാടുന്നുണ്ട്. ഒരുപാട് പേര് കണ്ടിരിപ്പുണ്ട്. ഇവരുടേത് ഞാൻ പറഞ്ഞല്ലേ, ഇവർക്ക് ക്രിസ്മസിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലീഗോ മിഡ് സമ്മർ പ്രോഗ്രാംസ് ഒക്കെ. കഴിഞ്ഞ പരിപാടി കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ എല്ലായിടത്തും പരിപാടി തീരാണല്ലോ. Kuru augstā godā tur arī vokālā ansambļa triola dalībnieki. 4 brīnišķīgi staunas dziesmu apdares jums šodien izpildīs Mārupas valsts ģimnāzijas vokālais ansambļs triola. Vadītāja ടാലന്റ് ഫെസ്റ്റിവല് ഈ മിഡ് സമ്മറുമായി ബന്ധപ്പെട്ടുള്ള എന്തോ ഒരു ഫെസ്റ്റിവലാണ്. അപ്പൊ അതിന്റെ കോമ്പറ്റീഷൻ, അതിനെ പറ്റിയുള്ള പാട്ട് കണ്ട് അതേ ഒരു കോസ്റ്റ്യൂമിലൊക്കെ നമ്മുടെ നാട്ടിലെ നാടൻപാട്ട് മത്സരമൊക്കെ പോലെ തന്നെ ഇവിടുത്തെ നാടൻപാട്ട് മത്സരമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇവരുടെ എന്തോ ഒരു ട്രഡീഷണൽ പരിപാടി തന്നെയാണ് സംഭവം. പിള്ളേരുടെ ഒരു ആർട്ട് ഫെസ്റ്റിവലൊക്കെ പോലെ ഇവരുടെ നാടൻപാട്ട് മത്സരങ്ങളും സംഭവങ്ങളൊക്കെ. പക്ഷെ പിന്നെ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇവര് ജസ്റ്റ് മാറി നമ്മൾ വീഡിയോ എടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മാറി നിന്ന് തരുന്ന സംഭവം നല്ല കോപ്പറേറ്റീവ് ആയ സംഭവം. എനിക്ക് പേടിയായിരുന്നു സത്യം പറഞ്ഞാൽ. ഇങ്ങനെ ഇവർ വീഡിയോയിൽ പെട്ട് കഴിഞ്ഞാൽ ഇവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ, ഓക്കെ എന്നെ വീഡിയോ എടുത്ത് ഡിലീറ്റ് ചെയ്യുന്നു എന്ന് പറയും. കാരണം
നമ്മൾ സന്തോഷ് ചോർക്കുളനോട് പഴയ വീഡിയോസിലൊക്കെ നമ്മുടെ സഞ്ചാരത്തിന്റെ വീഡിയോസിലൊക്കെ അങ്ങനെ വന്ന് പറയും വീഡിയോ ഡിലീറ്റ് ചെയ്യും. അവർക്ക് പ്രൈവസി കൺസേൺസ് ഉണ്ടെങ്കിലും ഇവരുടെ അങ്ങനത്തെ പരിപാടികളൊക്കെ ഷൂട്ട് ചെയ്യുന്ന അതിനകത്ത് ഇവർ പെട്ടാലും ഇവർക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള സംഭവം എനിക്ക് മനസ്സിലായി. എനിക്ക് അതിന്റെ ഒരു ഇൻഹിബിഷൻ ഉണ്ട് നല്ല രീതിയിൽ. ഇങ്ങനെ എന്ത് പറയും ഇവരെന്ത് പറയായിരിക്കും എന്നുള്ളത് നല്ല ഇൻഹിബിഷൻ ഉണ്ട്. ഒന്നാമത് വ്ളോഗ് തുടങ്ങുന്നുള്ളൂ, നല്ല സൗണ്ട് ഉണ്ട്, ഇവിടെ പ്രോഗ്രാം നടക്കുകയാണ്. അപ്പം പിന്നെ ഇവിടെ അപ്പുറത്ത് ഇവരുടെ ഫുഡിന്റെ സംഭവം കണ്ട് നമ്മൾ മറ്റേ പരിപാടിക്ക് വന്നപ്പം ഫുഡിന്റെ സംഭവങ്ങളൊന്നും മര്യാദയ്ക്ക് കവർ ചെയ്യാൻ പറ്റിയില്ലല്ലോ. കാരണം ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര ക്യൂ ആയിരുന്നു. ഇവിടെ പിന്നെ അത്ര തിരക്കൊന്നുമില്ല. അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ തന്നെ അവരുടെ ട്രഡീഷണൽ ഫുഡുകളൊക്കെ വെക്കുന്ന ഒരുപാട് സ്റ്റോറുകളുണ്ട്. നമുക്ക് അവിടെ പോയി നോക്കാം, അതൊക്കെ കാണാം. കണ്ട സുവനീർ, അപ്പോൾ അത് സുവനീർ ഷോപ്പുകൾ തന്നെയാണ്. ഈ തുണികളെല്ലാം സുവനീറുകൾ തന്നെയാണ്, ഇവരുടെ ട്രഡീഷണൽ പരിപാടിയാണ്. അപ്പം നമ്മൾ ഓരോന്ന് വഴിയെ മനസ്സിലാക്കുന്നു ഓരോ കാര്യങ്ങൾ. പിന്നെ ഇവിടുത്തെ നാസിക് ഡോൾ ടീം എന്ന് തോന്നുന്നുണ്ട്, ഇവിടുത്തെ ലാറ്റ്വിയൻ നാസിക് ഡോൾ. നമ്മുടെ നാട്ടിലത്തെ പോലെ നാസിക് ഡോൾ ഇവിടുത്തെ ബാൻഡിന്റെ ടീമാണ്. ഒരേപോലത്തെ യൂണിഫോം ഒക്കെ ഇട്ട് നിന്ന് എന്തോ പരിപാടി തുടങ്ങാൻ പോകുന്നുണ്ട് ഇവരുടെ. നോക്കട്ടെ ഇവരിപ്പോൾ തുടങ്ങണോ അല്ലെങ്കിൽ ചുമ്മാ കൊട്ടി അവരുടെ ഒരു താളം നോക്കുകയാണോ അല്ലെങ്കിൽ റിതം നോക്കുകയാണോ എനിക്കറിയില്ല. ഗൈസ്, ആ നാസിക് ഡോൾ ടീം പോയി. ഇവർ തുടങ്ങിയെന്ന് ചുമ്മാ കൊട്ടി താളം നോക്കി അവരങ്ങ് പോയി. അവർ ഇറങ്ങിക്കുന്ന പരിപാടി പിന്നെ ആയിരിക്കും, അല്ലെങ്കിൽ പരിപാടി കഴിഞ്ഞിട്ടുണ്ടാവും, അത് കഴിഞ്ഞുള്ള ചർച്ച ചെയ്യുന്നു അതറിയില്ല. ഗായ്സ്, അപ്പോൾ ഇത് ശരിക്കും ഇവരുടെ യൂത്ത് ഫെസ്റ്റിവൽ പിള്ളേരുടെ സംഭവം. ഇപ്പൊ ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായത് യൂത്ത് ഫെസ്റ്റിവലാണ്. ഓരോ ദിവസങ്ങൾ ഉണ്ടോ. പ്രിംദിയാന എന്ന് പറയുന്നത് മൺഡേ ആണ്. ഊദ്രാദിയാന എന്ന് പറയുമ്പോൾ ട്യൂസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, അങ്ങനെ ഓരോ പരിപാടികൾ നടക്കുന്നതാണ്. ഇവിടെ കുറച്ച് ദിവസമായിട്ട് പരിപാടികളുണ്ട്. ഇന്നലെ തൊട്ട് പരിപാടി പിറന്തിയാന, അതായത് ഇന്നത്തെ ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഇന്നലെ തൊട്ട് പരിപാടികളുണ്ട്. ഇതൊക്കെയാണ് ഓരോ സ്റ്റേജുകൾ, പല സ്റ്റേജുകൾ. സംഭവം തന്നെ നമ്മുടെ യൂത്ത് ഫെസ്റ്റിവൽ പോലെ തന്നെ നമ്മുടെ കലോത്സവം ഇവിടുത്തെ കലോത്സവമാണ് സംഭവം. ഇതിപ്പം യൂത്ത് ഫെസ്റ്റിവലാണ് സംഭവം. നമുക്കിപ്പം നമ്മുടെ നാട്ടിലെ യൂത്ത് ഫെസ്റ്റിവലിന് ഇപ്പം ഇതുപോലെ തന്നെ കുറേ സ്റ്റേജുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ സംഭവം തന്നെ, പക്ഷേ ഇവർ ഒരുപാട് സ്റ്റാളുകളും വെച്ചിട്ടുണ്ട്. അതായത് ലാറ്റ്വിയയുടെ സുവനീറുകൾ, നേരത്തെ കാണിച്ച പോലെ സുവനീറുകൾ വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കും നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലിന് അങ്ങനെ ഒരു കേരളത്തിന്റെ തനതായിട്ടുള്ള സംഭവങ്ങൾ വെച്ച് അങ്ങനത്തെ പ്രോഡക്ട്സ് വിൽക്കുന്ന. അപ്പോൾ അതായത് ഒരു പുറത്തുനിന്ന് ഒരാൾ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു യൂത്ത് ഫെസ്റ്റിവലിൽ വന്നിട്ടുണ്ടെങ്കിലും, അതായത് ഇവിടുത്തെ ഒരു കൾച്ചറൽ പ്രോഗ്രാംസ് ആണല്ലോ യൂത്ത് ഫെസ്റ്റിവലിൽ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ അത് അടിപൊളിയായിരിക്കും. ഈ ഒരു സംഭവം നമ്മുടെ ഒരു നാട്ടിലും അഡാപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ യൂത്ത് ഫെസ്റ്റിവലുകളിലും ഇങ്ങനത്തെ സ്റ്റാളുകളും നമ്മളെ ഇങ്ങനത്തെ ഒരു ഫുഡ് സ്റ്റാളുകൾ, അത് തനതായിട്ടുള്ള സംഭവം, ഇവരുടെ തനതായിട്ടുള്ള സംഭവമാണ് ഇതെല്ലാം മൊത്തം. അവരുടെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ, ഇവരുടെ ട്രഡീഷണൽ ക്രോക്കറീസ്, അങ്ങനെ എല്ലാമാണ് ഇവിടെ വെക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ നാട്ടിലും കൂടി ചെയ്യാന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. നല്ലൊരു അഡാപ്റ്റേഷൻ എന്നുള്ള ഒരു പോസിബിലിറ്റി ഞാൻ ഇവിടെ കാണുന്നുണ്ട്. എന്തായാലും പരിപാടി കൊള്ളാം, നല്ല പരിപാടിയാണ്. എല്ലാവരും വരുന്നുണ്ട്, എല്ലാ പ്രായക്കാരും വന്ന് ഇരുന്ന് കാണുന്നുണ്ട്. അവരുടെ പാരൻസ് ആയിരിക്കാം, അല്ലാത്തവരുണ്ട്, പലരും വന്ന് കാണുന്നുണ്ട്. അപ്പോൾ കൊള്ളാം, പരിപാടി കൊള്ളാം. കുറെ പേര് ടാഗ് ഇട്ട് നടക്കുന്നുണ്ട്. ഇവിടുത്തെ നമ്മുടെ നാട്ടിലത്തെ പോലെ വോളണ്ടിയേഴ്സ് ആയിരിക്കും, സഫൈക്കാർ വോളണ്ടിയേഴ്സ് നടക്കുന്ന പോലെ അങ്ങനെ കുറെ പേര് നടക്കുന്നുണ്ട്. എന്തായാലും പരിപാടി കൊള്ളാം, നല്ല പരിപാടിയാണ്. അങ്ങനെ കിടിലൻ പരിപാടിയാണ്. ഇവിടുത്തെ ഒരു യൂത്ത് ഫെസ്റ്റിവൽ ഇത്രയും ഒരു ലെവലുള്ള നിലവാരമുള്ള, അതായത് ഇവർക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന, അതായത് ഇവരുടെ നാട്ടിലെ എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു രീതിയിൽ ഇതിനെ മോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് പിന്നെ നൂല് കൊണ്ടുള്ള എന്തോ ആർട്ടാണ് ആ ഒരു പുള്ളിക്കാരി ഇവിടെ നിന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംഭവം. ഒരു ആർട്ട് പോലെ ഇതിന്റെ മുമ്പിൽ നിന്ന് കുറെ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് ഒരു എന്താണ് സിംബോളിക്ക ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല, പക്ഷെ കൊള്ളാം. സ്കിറ്റ് നടക്കാൻ തോന്നുന്നു പിള്ളേരുടെ ഒരു സ്കിറ്റ് നടപ്പുണ്ട്. എന്തൊക്കെയോ സംഭവങ്ങൾ, അത് തന്നെ സ്കിറ്റ്, അതായത് മൈമ പോലെ മ്യൂസിക്കലായിട്ടുള്ള സ്കിറ്റ്. കൊള്ളാം, പിള്ളേരൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതാണ് ഇവിടുത്തെ ലോഗോ, അതായത് ഈ ഒരു പ്രോഗ്രാമിന്റെ ലോഗോ നമ്മുടെ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ സാധനം. ഉള്ളത് മോഡൽ, ഒരു സ്റ്റീൽ മോഡൽ പോലെ അവരുടെ ലോഗോ തന്നെ എല്ലായിടത്തും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉള്ള ഇതാണ് പരിപാടി. ഞാൻ പറഞ്ഞ ഇവിടുത്തെ ഫുഡ് സ്റ്റോൾ ഇതാണ്. ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇവരുടെ ബ്രെഡ് ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ട്. ഡോണറ്റ് പോലുള്ള ഗാർലിക് ബ്രെഡ് പോലുള്ള ഐറ്റംസ് ആണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ടൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ
പോർക്കിൻ്റെ ഐറ്റംസ് ഉണ്ടോ, പോർക്കിൻ്റെ തലയാന്ന് തോന്നുന്നുണ്ട്, മൂക്കൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഓരോ സോസേജസ്, ബ്ലഡ് പുഡിങ് പോലെ ഐറ്റംസ്, ഇങ്ങനെയൊക്കെയാണ് സംഭവം പരിപാടികളൊക്കെ. ഇവിടുത്തെ ഫുഡിൻ്റെ കൾച്ചർ എങ്ങനെയാണ് വരുന്നത്. ഒന്നും ട്രൈ ചെയ്തിട്ടില്ല ഞാൻ, ഈ സോസേജ് ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ എനിക്കങ്ങനത് ഉരുളക്കിഴങ്ങിൻ്റെ, ഇവർ ഉരുളക്കിഴങ്ങിൻ്റെ മെയിൻ ആൾക്കാരാണ് സംഭവം. ഉരുളക്കിഴങ്ങ് വെച്ചുള്ള പല ഐറ്റംസാണ്. പിന്നെ ഇവരുടെ സൂപ്പാണ് ഇങ്ങനെ ഇത് വെച്ച് ഉണ്ടാക്കുന്ന ഇവരുടെ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് മേക്കിംഗ് എന്ന് തോന്നുന്നുണ്ട്. അതിന് കൊള്ളാം. പിന്നെ ഇവിടെ റൈസിൽ നമ്മുടെ നാട്ടിലെ കല്ലുമ്മക്കായ പോലെ ഒരു സാധനമൊക്കെ വെച്ചിട്ടുള്ള ഒരു ഐറ്റം എന്താണെന്നറിയില്ല. പിന്നെ മീൻ, ഫിഷിൻ്റെ എന്തൊരു ഐറ്റം ഉണ്ട്. ഇതെല്ലാം ഒരു ട്രഡീഷണൽ രീതിയിൽ കുക്ക് ചെയ്തിട്ടാണ് ഇവിടെ വെച്ചേക്കുന്നത്. ആ ഒരു വിൽക്കാൻ വെച്ചാണ്. ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഞാൻ കാണാറുണ്ട്. ഞാൻ ഈസ്റ്ററിന് ഒരു പ്രോഗ്രാമിന് പോയപ്പം ഇങ്ങനെ ഒരു പരിപാടി കണ്ടിട്ടുണ്ട്. അതിനും കൊള്ളാം സംഭവങ്ങളൊക്കെ. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു ഫുഡിൻ്റെ സ്റ്റോളാണിത്. പുറത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഇതന്നെ എല്ലായിടത്തും സിമിലർ സംഭവങ്ങൾ തന്നെ ഉണ്ടാവാറ്. ഇത് ഇവിടുത്തെ ടോഫീസാണ് തോന്നുന്നുണ്ട്, മിഠായികൾ ഉണ്ടോ, കോൽമിഠായി, വലിയ കോൽമിഠായിയൊക്കെ. പയ്യൻ വന്ന് കോൽമിഠായിയൊക്കെ മേടിച്ചോണ്ട് പോകുന്നുണ്ട്. പുള്ളി കണക്ക് എഴുതി വെക്കാണ് മേടിച്ചോണ്ട് വേണ്ട. കൊള്ളാം, പുള്ളി ടേസ്റ്റ് ചെയ്യാൻ സാധനം തന്നിട്ടുണ്ട്. നൈസ്, കൊള്ളാം ഗായ്സ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഇവിടെ പുള്ളി ഒരു ടേസ്റ്റ് ചെയ്യാൻ സാധനം തന്ന്, അത് ടേസ്റ്റ് ചെയ്ത് കൊള്ളാം. നമ്മുടെ ഒരു തേങ്ങ മുട്ടായോ അങ്ങനെ ഒരു ടേസ്റ്റാണ് സംഭവം എനിക്ക് കിട്ടിയത്. സംഭവം അത് കൊള്ളാം. പിന്നെ കൊള്ളാം, പരിപാടി മൊത്തത്തിൽ കൊള്ളാം. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, നല്ലൊരു അവരുടെ ഒരു കൾച്ചറൽ ഇവോക്കിംഗ് രീതിയിലുള്ള ഒരു പരിപാടിയാണ് അവർ ചെയ്യുന്നത്. അവരുടെ ഫുഡ് ഐറ്റംസ്, അവരുടെ ഡ്രസ്സ്, അവരുടെ സുവനീറുകൾ, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ആദ്യം കയറുമ്പോൾ എന്ത് പരിപാടിയാണെന്നുള്ളൊരു അതിനെക്കുറിച്ച് ഒരു പിടിയില്ലായിരുന്നു മൊത്തത്തിൽ. പിന്നെ കയറി ഒന്ന് മൊത്തത്തിൽ കറങ്ങിയപ്പോഴാണ് ഇവിടുത്തെ യൂത്ത് ഫെസ്റ്റിൽ ഇവിടുത്തെ ആ ബോർഡൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. സോ അപ്പോൾ ഇന്ന് മൊത്തത്തിൽ ഇത് ഒരു വ്ളോഗാക്കി ഇടാന്ന് വിചാരിച്ചു. സംഭവം ഇന്നത്തെ വ്ളോഗിൽ ഇത്ര മതി. സംഭവം ഞാനിപ്പം ഒരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പോകുന്നതിൻ്റെ ഇടയിലാണ് ഇവിടെ വന്ന് ബസ് ഇറങ്ങിയപ്പോൾ ഇവിടെ പരിപാടി നടക്കുന്നുണ്ട്. ഇവിടെ ഇതിനു മുമ്പ് ഞാൻ വന്നപ്പോൾ പ്രാവശ്യം പരിപാടി ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാകുമ്പോൾ നടക്കുമ്പോൾ പരിപാടി ഇവിടുത്തെ ഈ പാർക്കിൽ നടക്കാറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഓരോ സ്പെസിഫിക് ആയിട്ട്, ഇപ്പം നമ്മുടെ കോഴിക്കോടാണെങ്കിൽ സ്വപ്നനഗരിയിൽ പരിപാടി നടക്കാറുണ്ടല്ലോ, അതുപോലെ സ്ഥിരം നടക്കുന്ന പരിപാടി നടക്കുന്ന ഒരു പാർക്കാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ അപ്പോൾ ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇപ്പോൾ ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോകൾ ഇനിയും തുടർന്ന് കാണണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ സ്ഥിരം വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. നമ്മളിവിടുത്തെ വിശേഷങ്ങളും എൻ്റെ ലൈഫും എങ്ങനെയാണ് പോകുന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. സോ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.